എന്നിരുന്ന തിരുവോണം. പാചകം ഗ്യാസിനേക്കാളും വേഗത്തിൽ ലാഭത്തിൽ. അതെങ്ങനെയും ശരിയാവില്ല കേട്ടോ. പാചകം എന്ന് പറഞ്ഞത് പാചകത്തിന് ഇപ്പോൾ ഗ്യാസ് തന്നെ വേണം. KSRTCക്കാർക്ക് പരസ്യം ഒട്ടിക്കാം, പ്രൈവറ്റ് ബസ്സുകാർക്ക് പരസ്യം പാടില്ല, അങ്ങനെ എന്തൊക്കെ കേട്ട് ഞാൻ. എന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെ ജീവിച്ചോട്ടെ. നാളെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നല്ലൊരു കാഴ്ച ഞാൻ കാണിക്കാം. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അത് കുറച്ച് ലോങ് വീഡിയോ ആവും, ചിലപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ താഴെയുള്ള വീഡിയോ ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. ഇത് നഗരത്തിലൂടെ പോയിട്ട് മടുത്തു, എനിക്കും മടുത്തു, കാണുന്ന നിങ്ങൾക്കും മടുത്തുണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോസ് കാണണം, നിർബന്ധമായിട്ട് കാണണം എന്നല്ല കേട്ടോ പറയണത്. എൻ്റെ ഓരോ വീഡിയോസിനും ഓരോ പോയിന്റുകൾ കണ്ടിട്ടാണ് ആളുകൾ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ 3 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയാം. അതുപോലെ ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്നുമില്ലാതെ വരില്ലല്ലോ എല്ലാവരും. ഇവിടെ ഒരു ലോറി കേടായിട്ടുണ്ട് കേട്ടോ, പാവം. ആ ഡ്രൈവർ ശരിക്ക് വാഹനങ്ങളെ വഴി തിരിച്ചു വിടുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ നല്ല ഡ്രൈവർ പറയുന്നത്. ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ വഴി കുടുങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര ദേഷ്യമാവും. കാരണം ഒക്കെ സമയമില്ലാത്ത പോക്കാണ്. അവിടെ പോലീസുകാരുണ്ട് പാവം. ഇങ്ങനെയൊക്കെയാണ് വണ്ടികൾ കുടുങ്ങുമ്പോൾ നമ്മളവരെ സഹായിക്കും കൂടി വേണം. ഞാനിപ്പോൾ അവിടെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോലീസുകാരും ഡ്രൈവറും ആ ലോറിയുടെ ഡ്രൈവറും നിന്നിട്ട് സഹായിക്കുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും മണ്ണാർക്കാടുകാരുടെ സ്നേഹം കേട്ടോ. നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവില്ല പറയും, പക്ഷേ എല്ലാവരും ഉണ്ടാവും. അതെനിക്ക് മനസ്സിലായൊരു കാര്യം തന്നെയുള്ളത്. നല്ല ഈ ബൈക്കേരെ കൊണ്ടാണ് ആകെ ഇടങ്ങാറ് പറഞ്ഞത്.